ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ലിയാഖത്ത് അലി അല്ലേ? അതെ സ്വന്തം സ്ഥലം എവിടെയാണ്? പാലക്കാടാണോ? അവിടെ അതെ, പാലക്കാട് എവിടെ? മണ്ണാർക്കാടാണ്. എന്ത് പറ്റി? അല്ലല്ല, ഞാൻ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ആ നിങ്ങൾ പിന്നെ മദ്രസയിലൊക്കെ പഠിച്ചത് അവിടെ പള്ളിയിൽ അവിടെയാണ്? അതെ. നാട് എന്ത് പറ്റി? മദ്രസയില് പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല അറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെ ഒരു ചിന്തയിൽ വ്യതിചലനം വരാനുള്ള കാരണം എന്തുവാ? നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ ചിന്തയിലൊക്കെ വ്യത്യാസം വരിക. അതാണ്. എന്താണ് അതില് സംഭവം, കാര്യം എന്താണ് നിങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം വരാനുള്ള കാരണം എന്താണ്? ചിന്തയിൽ മാറ്റം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണം അല്ലല്ലോ, നമ്മളത് ഇങ്ങനെ ഒരു പ്രോസസ് അല്ലേ, പല പല കാരണങ്ങളുണ്ട്. ചോദിച്ചത് അതാണ്. എന്താ ഒരു കാരണമല്ല, എന്താണ് നമ്മളേറ്റവും ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോഴേ നമ്മുടെ ലോകത്ത് തന്നെ ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. പോരാട്ടോ. ആ പറയൂ. നമ്മുടെ ഈ ലോകത്ത് തന്നെ പ്രബലമായിട്ടുള്ള മൂന്ന് മതത്തെയാണ് നമ്മൾ പ്രബലമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? അതില് മുസ്ലിം, ഇസ്ലാം മതം, ക്രൈസ്തവ മതവും ഹിന്ദു മതം കൊണ്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് മതങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സിഖുണ്ട്, പാഴ്സിയുണ്ട്, ജൈനനുണ്ട്, അങ്ങനെ 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 പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഇതില് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മത വിശ്വാസം. ഇതിപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ക്രിസ്തു മതത്തിലാണ്. അതെ. നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ക്രിസ്തു മതം വിശ്വസിക്കാത്തത്? അതിൽ വിശ്വസിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോ ഞാൻ പറഞ്ഞു ഒരു മുസ്ലിമായ വാപ്പയ്ക്കും ഉമ്മക്കും ജനിച്ചു, അതല്ല ഒന്നാമത്തെ കാരണം. അല്ല, ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചു എന്നുള്ളതല്ല ഭൂരിപക്ഷം ഇപ്പൊ നിലവിലുള്ള അതുമല്ല. ഞാൻ പറയാം, ഒരു പോയിന്റ് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ലോകത്ത് ഇപ്പൊ ജനസംഖ്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്ന മതങ്ങൾ എന്ന് പറയുന്ന ഈ മൂന്ന് മതങ്ങളില് ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളുടെ ഒരു 90% ആളുകളും, ഇസ്ലാമിലും അതേപോലെ 90-95% ആളുകളും അവരുടെ മാതാപിതാക്കളുടെ മതത്തിൽ തുടരുകയല്ലേ ചെയ്യുന്നത്? അതെ അതെ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാരണം. നമ്മളുടെ മതം ഏത് മതം നമ്മൾ സ്വീകരിക്കുന്നു എന്നതിന് ഒന്നാമത്തെ കാരണവും ഏറ്റവും പ്രബലമായ കാരണവും നമ്മുടെ രക്ഷിതാക്കളുടെ മതം ഏതാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞ പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്നു വന്നത് അതാണ്. അപ്പൊ എല്ലാ മതവും അങ്ങനെയാണല്ലോ. അപ്പൊ വേറൊരു റീസൺ പറയാമോ നിങ്ങൾക്ക്? ഒരു വിഷയം കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇസ്ലാം മതത്തിൽ മാത്രമല്ലല്ലോ, ക്രൈസ്തവ മതമായിരുന്നാലും ഹിന്ദു മതമായിരുന്നാലും മറ്റേത് മതമായിരുന്നാലും അങ്ങനെയാണല്ലോ. എല്ലാവരും പാരമ്പര്യം തുടർന്ന് തന്നെയാണല്ലോ. ഞാൻ എല്ലാരും കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ ഒരു കാരണം ഇതാണ്, വാപ്പയും ഉമ്മയൊക്കെ മുസ്ലിം ആയിരുന്നു. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, ഒരിക്കലും ഇല്ലല്ലോ. കാരണമുണ്ട്, തീർച്ചയായിട്ടും കാരണമുണ്ട്. കാരണം അത് നമ്മള് ഈ ദൈവത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഏകദൈവമാണല്ലോ. ആ ദൈവം അദൃശ്യനാണ് എന്നുള്ള വസ്തുതയാണല്ലോ. മറ്റതിപ്പോ ജീസസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ ത്രയേകത്വം എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. ക്രിസ്ത്യാനിറ്റി തെറ്റായതുകൊണ്ട് വിശ്വാസം ശരിയാവണമെന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഉദാഹരണം പറയാണ്. എന്റെ വിശ്വാസം ശരിയാവണ കേസല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ത്രയേകത്വത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവനും ഹൈന്ദവ 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഹൈന്ദവനും, അപ്പൊ ഇവരൊക്കെ ബിംബാരാധനയിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ബിംബം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്ന ബിംബമാണ് അല്ലേ? അതിനെ ദൈവമായിട്ട് സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടാക്കിയ ദൈവം മനുഷ്യനല്ലേ ആരാധിക്കുന്നത്? ഈ വിഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ദൈവമായിട്ട് അവര് വിശ്വസിക്കുന്നു നിങ്ങളോട് ആരാ പറഞ്ഞ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ബിംബാരാധന പിന്നെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നവര്? ഞാൻ ചോദിക്കുന്നത് വിഗ്രഹം ദൈവമാണെന്നാണ്. അപ്പൊ ഓരോ അമ്പലത്തിൽ ഇരിക്കുന്ന പ്രതിഷ്ഠ, ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ് ചോദിക്കട്ടെ. നിങ്ങള് ഒരു പ്രതിഷ്ഠ, ഇപ്പൊ ഓരോ അമ്പലത്തിൽ ഓരോ പ്രതിഷ്ഠ ഉണ്ടാവും, അതാണ് വിഗ്രഹം എന്ന് പറഞ്ഞത്. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കും. ഈ വിഗ്രഹമാണ് ദൈവം എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? അതായത് ഞാൻ പറഞ്ഞുതരാം, അവരുടെ ഹൈന്ദവ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഹൈന്ദവ മത പ്രചാരം ഈ നിങ്ങൾ പറഞ്ഞ പോലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നില്ലേ,
അപ്പൊ പിന്നെ എല്ലാ വർഷവും അവർ പ്രതിഷ്ഠാ മഹോത്സവവും മുടിപ്പര മഹോത്സവവും ഒക്കെ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവരുടെ ദൈവം അവിടെ, ഞാൻ പറഞ്ഞത് അതാണ്, അവിടെ ദൈവം ഇരിക്കുന്ന ദൈവത്തിൽ അവർ ആ എനർജിയെ സേവ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. ഒരു വർഷം അങ്ങനെയാണ് അവരുടെ ചരിത്രം. ഹൈന്ദവ മതപ്രകാരം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 2 ദിവസം മുൻപ് മിനിഞ്ഞാന്ന് എന്തോ ഫസ്റ്റ് ഹജ്ജ് തീർത്ഥാടക സംഘം അങ്ങോട്ട് പോയി. എന്തിനാണ് കഅബയിൽ പിന്നെ ആ ഒരു സ്ക്വയറിന്റെ ക്യൂബിന്റെ അടുത്തേക്ക് പോയിട്ട് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുള്ളവർ പോയിട്ട് അതിന് ചുറ്റും നടന്നിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയെന്നല്ലേ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നല്ലേ? അപ്പൊ അള്ളാഹു എവിടെ ഇരിക്കണേ? അള്ളാഹു എവിടെ ഇരിക്കുന്നു അള്ളാഹു നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇതിന് മക്കത്ത് ചെല്ലുമ്പോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലാണ്, കഅബന്റെ അവിടെ എത്തുമ്പോഴും അവിടത്തേക്ക് പോകുമ്പോഴും നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളിപ്പോ ഹജ്ജിന് പോണോന്നില്ലല്ലോ. മിനിറ്റ് അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല, ഹജ്ജിന് പോണോ നിർബന്ധമാണ്. ഹജ്ജിന് പോവാതെ തന്നെ നമ്മളിവിടെ തന്നെ ഈ പിന്നെ ഇസ്ലാം മത വിശ്വാസ പ്രകാരം 5 വഖത്ത് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്. അല്ല അത് ഞാൻ പറഞ്ഞോട്ടെ, ലിയാഖത്തിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കുന്നത്, അതായത് എന്റെ അറിവ് വെച്ച് പറയണേ, ഞാൻ വലിയ പണ്ഡിതനോ ഒന്നുമല്ല. എനിക്ക് എന്റെ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഇത് ഇത്രയും സംസാരം വരുന്നത്. എന്താണ് നിങ്ങൾ എന്താണ് പഠനത്തിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞു തരണേ. അതായത് ഇപ്പൊ നമ്മൾ 5 വഖത്ത് ഇവിടെ നമസ്കരിക്കുന്നു, ഇസ്ലാം മത വിശ്വാസികൾ 5 വഖത്ത് നമസ്കരിക്കുന്നു. അപ്പം വർഷം തോറും വരുന്ന ഒരു മാസത്തെ റമദാൻ മാസത്തില് എന്ത് ചെയ്യുന്നു? നോമ്പ് അനുഷ്ഠിക്കുന്നു. അപ്പൊ നമ്മുടെ പൂർവികർക്ക് മുൻപ് അവർക്ക് നിർദ്ദേശിച്ചതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നു? നോമ്പ് ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നത്? കെബിലയാണ് ആ ഡയറക്ഷൻ വരുന്ന. കെബിലയാണ് കഅബ. അതെ, ആ കഅബന്റെ അവിടെ എത്തുമ്പോഴല്ലേ ലബ്ബൈക്ക് ചൊല്ലുന്നത്? അതെ. അപ്പൊ ഈ കഅബയും അള്ളാഹും തമ്മിൽ എന്താ ബന്ധം? കഅബയും അള്ളാഹുവും തമ്മിൽ എന്താണ് ബന്ധമല്ലേ? കഅബ എന്ത് വിഗ്രഹമാണ് കഅബയില്? പിന്നെന്താണ് വിഗ്രഹം? അല്ലെങ്കിൽ അതെന്താണ്? അല്ല കഅബ അല്ല, എന്താണ് കഅബ? ഇപ്പൊ ഒരു ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു രാമക്ഷേത്രത്തിലോ ഇരിക്കുന്ന വിഗ്രഹത്തിന് അടുത്ത് ചെന്നിട്ട് രാമനോടോ ശിവനോടോ അല്ലെങ്കിൽ ദൈവത്തോടോ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എന്ത് വ്യത്യാസമാണ് കഅബ എന്ന് പറയുന്ന ഒരു ക്യൂബിനേക്ക് ലോകത്ത് എവിടെയുള്ള മനുഷ്യരും ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് പറയുന്നത്? അതേപോലെ തന്നെ അവിടെ എത്തുമ്പോ അള്ളാഹുവെ ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അള്ളാഹു കഅബയിലാണെന്നാണ് വിശ്വാസം? അല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ ചോദിക്കുന്നത് പ്രത്യേകത പറയൂ. കഅബയുടെ അതാണ് ഞാൻ പറഞ്ഞതാണ്, കഅബയ്ക്കകത്ത് എന്താണുള്ളത്? നിങ്ങൾ ആ വിഗ്രഹം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്? കഅബ എന്താ? അല്ല, എനിക്ക് അറിഞ്ഞൂടെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കറിയില്ല, നിങ്ങളല്ലേ ആരാധിക്കുന്ന ആൾ. അല്ല, മറ്റുള്ളവരൊക്കെ വിഗ്രഹാരാധകരാണെന്നും ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്ന നിങ്ങൾ ഏകദൈവ വിശ്വാസം എന്നും അരൂപിയായിട്ടുള്ള പിന്നെ പ്രപഞ്ച ശക്തി എന്നൊക്കെ പറയുന്ന അള്ളാഹുവും കഅബയുടെ അവിടെ എത്തുമ്പോ അള്ളാഹുവെ ഞാൻ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹു കഅബയിലാണോ? അല്ല, കഅബയ്ക്ക് നിങ്ങളല്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ അറിവില് അറിയില്ല, നിങ്ങളോട് ചോദിക്കാണ്. നിങ്ങൾ മറ്റുള്ള വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നോക്കൂ ഒരു മിനിറ്റ്. ഞാൻ പറയാം, നിങ്ങൾ കേട്ടോ. അതായത് അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവർ കാണുന്നത്. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിങ്ങൾ കാണുന്ന പോലെയല്ല അവരും കാണുന്നത്. ഇപ്പൊ ഒരു പിന്നെ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അവിടെ വിഗ്രഹമായിട്ടിരിക്കുന്ന കല്ലോ ഏതെങ്കിലും ലോഹമോ കൊണ്ടുണ്ടാക്കിയ ആ പ്രതിമയോ പ്രതിഷ്ഠയോ അല്ല അവര് അദൈവമാണ് എന്നുള്ള സങ്കല്പത്തിലല്ല അവരും പ്രാർത്ഥിക്കുന്നത്. വിഗ്രഹം എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിശേഷാൽ ഗ്രഹിച്ചത് എന്നൊക്കെ അവർ പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ കഅബയിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നു എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണോ നിങ്ങൾ ഏത് ദിക്കിലിരിക്കുമ്പോൾ കഅബ നമ്മുടെ കോമ്പാസ് വെച്ചിട്ട് കഅബയുടെ ഡയറക്ഷൻ പിടിച്ച് കിബിലയുടെ ഡയറക്ഷൻ പിടിച്ച് അത് കിബിലയാക്കി നിസ്കരിക്കുന്നത്, അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ വിഗ്രഹം എന്ന രീതിയിൽ ഇവർ കാണുന്നതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അത് തന്നെ എനിക്ക് ഇവരാരും 10 ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയില്ല എല്ലാവരും. പിന്നെ നിങ്ങൾ പറഞ്ഞ ത്രിയേകത്വത്തിലും ഈ ക്രിസ്ത്യാനിറ്റി
ത്രിയേകത്വം ത്രിയേകത്വം എന്ന് നിങ്ങൾ പറയുമ്പോഴും അവർ പറയുമ്പോഴേക്കും അവർ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെങ്കിൽ 3 ദൈവങ്ങൾ കൂടിയ ദൈവം അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം എന്താണ് ത്രിയേകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പിതാവ് എന്ന് പറയുന്ന പിതാവും പുത്രൻ എന്ന് പറയുന്ന പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അവർ യഹോവ ആണ്, അത് യേശുവാണ്. അല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവ് യാഹോവേ, ഓക്കെ, പുത്രൻ യേശു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവവും പരിശുദ്ധാത്മാവ് എന്താണ് പറയൂ. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾക്ക് അറിയോ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് നിങ്ങൾക്ക് അറിയോ? അതെന്ന് ചോദിക്കാം. അറിയോ? അറിയെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല. എന്തിനാ വെറുതെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ പറയുന്ന ശബ്ദത്തിൽ കേൾക്കും. ഈ പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നതും എന്താണ് പരിശുദ്ധാത്മാവ്? പറഞ്ഞോട്ടെ, അത് ഞാൻ പറഞ്ഞു വരുന്നതല്ലേ. അതായത് ജീസസ് ആണല്ലോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അല്ല, പിന്നെ ആരാ? അതാ പറഞ്ഞതേ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ തർക്കിക്കണേ? ഞാൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തെ അല്ല ലിയാഖത്ത്, ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഇപ്പൊ എല്ലാം അറിയണമെന്നില്ലല്ലോ. അതാണ്, എല്ലാം അറിയണമെന്നില്ല. അപ്പൊ ഇനി നിങ്ങൾ പറയും. നിങ്ങൾ എവിടെ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? അതായത് നിങ്ങൾ നിങ്ങളുടെ മതത്തിലായിരിക്കാൻ നമ്മളെന്താ പറയുക, വെറുതെ പറഞ്ഞ് കാട് കയറിയിട്ട് കാര്യമില്ല, സമയം കളയണ്ട. അതായത് നിങ്ങൾ നിങ്ങളുടെ മതത്തിലായിരിക്കാനുള്ള ഒന്നാമത്തെ റീസൺ നിങ്ങളുടെ മാതാവും പിതാവും ഈ മതക്കാരായിരുന്നു. രണ്ടാമത്തെ റീസൺ പറയാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസം, അതുകൊണ്ട് ഇതിലായി. യഥാർത്ഥ ഏകദൈവ വിശ്വാസം ഞാൻ പറഞ്ഞു വരണതേ ഉള്ളൂ, അതിന്റെ പൂർത്തീകരണം ഞാൻ നടത്തിയില്ലല്ലോ. പൂർത്തീകരിക്കും. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലോട്ട് പോവാം. നിങ്ങൾ ഈ അതന്നെ ഞാൻ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആളും പിതാവ് എന്ന് പറയുന്ന ആളും പുത്രനാണെന്നാണോ യേശു ആണെന്നാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ അതല്ല പരിശുദ്ധാത്മാവ് വേറെ ആളെന്ന് പറഞ്ഞാൽ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. അതാണ് യേശു ക്രിസ്തു എന്നാ പറയണത്. അതാണ് ഞാൻ പറയുന്നത്. 3 പരിശുദ്ധാത്മാവ് 3 യേശു ക്രിസ്തു ആണ്, ദൈവമാണ്. അതാണ് ത്രയേകത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയല്ല. എന്താണത്? അത് ആരാണ്? യേശു അല്ലല്ലോ. യേശു എങ്ങനെ? യേശുവിനല്ലല്ലോ, യേശുവിനെ പുത്രനല്ലേ പറയുന്നത്? അല്ല, പിന്നെ അതാണ് ഈ ത്രയേകത്വം എന്ന് പറഞ്ഞാൽ യേശു പുത്രനാണ്, പിതാവാണ്, പരിശുദ്ധാത്മാവാണ്. ഇതാണ് 3 പറയുന്നത് അവര്. ഇത് 3 യേശു ആണ് എന്നാണ് അവർ പറയുന്നത്. യേശു ഒരേ സമയം എന്താ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇതിങ്ങനെയല്ല. അതായത് പിതാവായ ദൈവവും, ഒരു മിനിറ്റ്, പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുവിന്റെയും അത് രണ്ടിനോട് സംസർഗം പുലർത്തുന്ന ഒരു ദൈവ സ്വഭാവമാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ദൈവശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. രണ്ടിലും ഉണ്ടാവും, രണ്ടുപേരിലെ ഇടയിലും ഉണ്ടാവും എന്നാണ് അവരുടെ വിശ്വാസം. ഞാൻ പറയണത് ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു വ്യക്തിയായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പോട്ടെ, ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കാം. തെറ്റുന്നില്ല. അതിലൊരിതുണ്ട്. ഈ ത്രയേകത്വം എന്താണ്? ത്രയേകത്വം, ത്രയോന്ന് വെച്ചാൽ 3 അത് തന്നെ. ഈ ത്രയേകത്വം എന്ന് പറഞ്ഞാൽ ഈ ത്രയേകത്വം എന്ന് വെച്ചാൽ 3 ത്രയത്തിലും ഏകത്വമാണ് വരുന്നത്. ഇപ്പൊ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയൂലേ? അപ്പൊ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നാണെന്നാണ് അർത്ഥം. ഇന്ത്യ കുറെ എണ്ണം ഉണ്ട് എന്നല്ലല്ലോ. ഓക്കെയാണ്, അത് മനസ്സിലായില്ലേ? അതാണ് അപ്പൊ അവരുടെ വിശ്വാസം. ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ദൈവവിശ്വാസ സങ്കല്പമുള്ള ജൂതമതമായാലും ക്രിസ്തു മതമായാലും ഹൈന്ദവ മതമായാലും എല്ലാവരും ഒരു ദൈവത്തിലെ വിശ്വസിക്കുന്നു. ഏകദൈവമാണ്. എല്ലാവരുടെ വിശ്വാസം ഏകദൈവമാണ്. പിന്നെ അവരുടെ ആരാധനാക്രമങ്ങളിൽ വിഗ്രഹാരാധനങ്ങൾക്ക് ആരോപിക്കാം. ആ ആരോപണത്തിന് നിങ്ങളും അതിന് അതീതരല്ല. നിങ്ങൾ കഅബയെ വിഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണോ വിഗ്രഹമായി, എന്താണ് കഅബയ്ക്ക് ചുറ്റും പോയി തവാഫ് ചെയ്യുന്നതിന്റെ ലോജിക്ക്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവിടെയുള്ള ആ ഒരു ചതുരക്കട്ടയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി എന്ന് പറയുന്നു. അത് അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നു. അതിനു ചുറ്റും നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നു. അതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ പള്ളിയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്യാത്തത്? അല്ല, എന്താണ് നിങ്ങൾ എന്താണ് മറ്റു നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ ചുറ്റില് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യാറുണ്ടോ?
അല്ല, പള്ളിയുടെ ചുറ്റിലല്ലല്ലോ പ്രദക്ഷിണം ചെയ്യുന്ന ഹജ്ജ് കർമ്മമായിട്ട് വരൂലല്ലോ. ഹജ്ജ് കർമ്മത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല, പ്രദക്ഷിണം ഇല്ലേ? കഅബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, പ്രദക്ഷിണം ഉണ്ട്. ഞാൻ അത് ആയിക്കോട്ടെ. എന്തിന്? വിഗ്രഹാരാധനയില്ലാത്ത ദൈവത്തിന് പ്രതീകങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി മക്കയുടെ ആ മരുഭൂമിയിലുള്ള ഒരു കരിങ്കൽ ക്യൂബിന് നിങ്ങൾ വലം വെക്കുന്നതിന്റെ ലോജിക്ക് എന്താണ് പറഞ്ഞുതരും? അല്ല, ചോദിക്കുന്നത് അതിന്റെ അകത്ത് ഉള്ളത് അതിനെ നിങ്ങൾ വലം വെക്കുന്നതിന്റെ, അതിനെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, ലോജിക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള കഅബ എന്നാണ് നമ്മുടെ ഇസ്ലാം മത വിശ്വാസ പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. എനിക്ക് അതിന്റെ അകത്തിരിക്കുന്ന എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ഞാൻ ചോദിക്കുന്നത് ആ ക്യൂബിനെ കുറിച്ചാണ്. ആ ക്യൂബിന് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണ്? ആ ക്യൂബിന് നിങ്ങൾ വലം വെക്കുന്നതിന്റെ, അതിനെ പ്രദക്ഷിണം ചെയ്യുന്നതിന്, അതിന് ആചാരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതിന്റെ ലോജിക്ക് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയില്ലല്ലോ? ഇല്ല, അറിയില്ല. ഒന്ന് പറഞ്ഞു തന്നാ മതി. അല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തിനാ നിങ്ങൾ അറിയാത്തൊരു കർമ്മമാണോ ഈ ഇസ്ലാം കാര്യങ്ങളിൽ? നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മിനിറ്റ്. അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് അവസാനം ഉത്തരം മുട്ടുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാൾ, എനിക്കൊരു വിശ്വാസത്തിൽ കാര്യത്തെ കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ. ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തതാണ് ഹജ്ജ്, അല്ലേ? ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയല്ലേ? ഹജ്ജ് അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോ കഅബയിലേക്കാണ് ഖിബലയാക്കുന്നത്. അപ്പൊ കഅബ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അറിയില്ല. ശരി. ഇനി നിങ്ങൾ പറയും, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ മതത്തിലാവാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മുടെ പൂർവികര്, ഒന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികര് ഇസ്ലാം മതം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു, അതനുസരിച്ച് പഠിച്ചു. രണ്ട് ഞാൻ എന്റെ ചിന്തയിലും എന്റെ ഭാവനയിലും വന്ന രീതിയിൽ ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ കാഴ്ചപ്പാടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. അതായത് ഒന്ന് ഇവിടെ ഈ ലോകത്ത് ഈ പറയപ്പെടുന്ന ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഹൈന്ദവ മതപ്രകാരം അവർ ആക്ഷേപിക്കുന്നതല്ല, അവരുടെ ആരാധന രീതിയെ നമ്മൾ ഇതാക്കുന്നതല്ല. ക്രൈസ്തവന്റെ ഇതിൽ അങ്ങനെ ഒന്നുമല്ല. എന്റെ പഠനമാണ്. ഈ ഒരു ഈ ഹൈന്ദവ മതപ്രകാരം 33 കോടി ദൈവങ്ങളാണ്. 33 കോടി. അതെ, ദൈവങ്ങളാണ് തീർച്ചയായിട്ടും. അല്ലേ, ദൈവങ്ങളാണ്. ത്രയേകത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 3 ദൈവങ്ങൾ. അതായത് ഒരാള് തന്നെ അല്ല, അങ്ങനെയല്ല. പിന്നെ തീർച്ചയായിട്ടും ഏകനാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ദൈവ ഏകനാണ് ആയതുകൊണ്ടാണ്. അതൊന്ന് അദൃശ്യനാണ്, ദൃശ്യനല്ല. അതിന് അള്ളാഹുവിന് ബിംബങ്ങളോ മറ്റു സംഭവങ്ങളോ ഇല്ല. ഒന്ന്. എന്റെ ഒരു പ്രാഥമികപരമായിട്ടുള്ള പഠനമാണ്. അത് ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടോ. പഠനം പൂർത്തിയാകണമെങ്കിൽ എന്തിന് എന്തിന് ലബ്ബൈക ചൊല്ലുന്നു ഒന്നും കൂടി പഠിച്ചാലേ നിങ്ങളെ ദീൻ പൂർത്തിയാവുള്ളൂ. അതല്ലേ, ദീൻ പൂർത്തിയാകും. കാരണം എല്ലാം ഞാൻ പറയുന്നതേ, ഞാൻ ഉൾപ്പെടെ പഠിച്ചാൽ തീരാത്തൊരു വിഷയമാണ്. ഒന്ന് ഇസ്ലാം മത വിശ്വാസം മനുഷ്യനെ ഏൽപ്പിക്കാൻ പാടില്ലല്ലോ. അല്ല, ലിയാഖത്തെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തർക്കിക്കാൻ വേണ്ടിട്ടല്ല. ഞാനും നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് തർക്കിക്കാൻ എന്താ അറിയാം, നമ്മൾ ഇതിങ്ങനെ അവസാനിപ്പിക്കാം. അതായത് മാതാവും ആയിരുന്ന ഒരു മതത്തിലല്ല. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. ഞാൻ പിന്നെ അള്ളാഹു പറയപ്പെടുന്നു, നിങ്ങൾക്ക് ഞാൻ ആരെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ നോക്കാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്കറിയാമല്ലോ അത്. നിങ്ങളിലേക്ക്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ എന്നിലേക്കൊന്ന് നോക്കി. ഏത് പ്രായത്തിലായിരുന്നു? അല്ല, ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിലൊക്കെ ഞാൻ എന്നിലേക്ക്, 19-20 വയസ്സിലൊക്കെ ഞാൻ എന്നിലേക്ക് നോക്കി. അതിന് അപ്പൊ നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ. കാരണം എന്താ? 5 വയസ്സിൽ പോയി തുടങ്ങിയതാണ്. ലിയാഖത്തെ ഞാൻ പൂർത്തീകരിച്ചോട്ടെ. ഞാൻ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരോ ആരും പറഞ്ഞു തന്നതല്ല. എന്റെ സ്വന്തം ചിന്തയിലുള്ള നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഇസ്ലാം മത വിശ്വാസ പ്രകാരം നിങ്ങൾ ഇസ്ലാം മതം തെരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അല്ലെന്നേ, ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ആയിപ്പോയതാണ്.
നിങ്ങൾ എന്റെ തെരഞ്ഞെടുത്തതല്ല. ലിയാഖത്തെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്, ഞാൻ പറയുന്നത് പറഞ്ഞോളൂ. പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിക്കേ? അല്ല, എനിക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി നിങ്ങൾ ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആ ദൈവം അല്ലാഹുവിന്റെ അല്ലല്ല, വിശേഷണങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ ഉതകുന്നതായി. ഞാൻ പറയട്ടെ. അങ്ങനെയല്ല അതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാം. പ്രാഥമികപരമായിട്ട് ലിയാഖത്ത് കേട്ടോളൂ. ഞാൻ ഞാൻ പറയും. ചോദിക്കുന്നത്, ഞാൻ അള്ളാഹു ആരെന്നറിയാം. നിങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞത് ഞാനും ലിയാഖത്തും ശ്രദ്ധിച്ചു. ഞാൻ ലിയാഖത്ത് ഇപ്പൊ ഫോണിലൂടെ സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ബ്രെയിൻ കൊണ്ടാണ്. ബ്രെയിൻ കൊണ്ടല്ലേ? എന്ന് ഖുർആൻ പറയുന്നില്ല. ഇല്ല, നിക്ക്, ഞാൻ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇല്ല, നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ സംസാരിക്കുന്നതും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ബ്രെയിൻ കൊണ്ടല്ലേ? തലച്ചോറിന്റെ അറിയില്ലായിരുന്നു അള്ളാഹു. നിങ്ങൾ അതിൽ കയറി ചോദിക്കാം. എന്റെ ചിന്തയെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ അതിനെ കടത്തി വിട്ടാതെ. അല്ല, നിങ്ങളുടെ ചിന്ത എവിടെയാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? പറയും. ഞാൻ ചോദിച്ചോട്ടെ. ലിയാഖത്തെ കയറി സംസാരിക്കാതെ ഞാൻ എന്റെ പഠനത്തെ കുറിച്ച് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. എന്താ പറയുക, ഇങ്ങനെ വെറുതെ സമയം കളയാനില്ലാത്തോണ്ടാണ് സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്. എന്നെ കേൾക്ക്. നിങ്ങൾ ഇതിന് മറുപടി പറയോ? നിങ്ങൾ ചിന്തിച്ചു. മറുപടിയാണ് ഞാൻ പറഞ്ഞു. പൂർത്തീകരിച്ചോളൂ. സമയം തരാം, ഇഷ്ടം പോലെ സമയം തരാം. നിങ്ങൾ ചിന്തിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു മസ്തിഷ്കം കൊണ്ട് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചത് ഹൃദയം കൊണ്ടാണോ തലച്ചോറ് കൊണ്ടാണോ? നിങ്ങൾ പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ മനുഷ്യനൊന്ന് പറയുന്ന കേക്ക്. പറയും. അതല്ലേ പറയുന്നത്. നിങ്ങൾ സമാധാനത്തൊന്ന് പറയുന്ന കേക്ക്. നിങ്ങൾ തിരിച്ച് ഞാൻ പറയാം. അതായത് എന്റെ ചിന്താപ്രകാരം ഞാൻ മസ്തിഷ്കം കൊണ്ട് തന്നെയാണ് ചിന്തിച്ചത്. എന്റെ ചിന്ത മസ്തിഷ്കം കൊണ്ട് തന്നെയാണ്. അപ്പൊ തന്നെ അള്ളാഹുവിന്റെ വചനം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. ഇല്ല നിക്കേ. ഹൃദയവും ഒരു മിനിറ്റ്. അള്ളാഹു നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാൻ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാണ്. നമുക്കെന്താ പറയുക, തുടക്കം മുതൽ ക്ലിയർ ചെയ്ത് പോവാം. നിങ്ങളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കൂ, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി. നിങ്ങൾ മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു. അതെ. അപ്പൊ തന്നെ അള്ളാഹുവിന്റെതല്ല ഖുർആൻ. അള്ളാഹും ഖുർആനും നിങ്ങളുടെ ചിന്ത ഒന്നല്ലാന്ന് മനസ്സിലായില്ലേ? എന്താണ്? എങ്ങനെ മനസ്സിലായില്ല? അള്ളാഹു പറയുന്നു, അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളാണെങ്കിൽ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു. അല്ലല്ല, നിക്ക്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യനെ പൂർത്തീകരിക്കാൻ അനുവദിക്ക്. പൂർത്തീകരിച്ചോളൂ. അതായത് നമ്മൾ മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കുന്നു. ഹൃദയം നോക്കാന്ന് പറഞ്ഞ ഒരാളുടെ ഉള്ള്, യഥാർത്ഥ മനസ്സിന്റെ ഉള്ള്. ഈ മസ്തിഷ്കവും ഹൃദയവും തമ്മിൽ ബന്ധമുണ്ട്. ഒരാളുടെ ഉള്ളു മനസ്സെന്ന് പറഞ്ഞ ആന്തരിക ഘടനയാണ് അള്ളാഹു പറയപ്പെടുന്നത്. നിങ്ങൾ ഹൃദയം കൊണ്ട് അത് അതാ എന്റെ മനസ്സിലാക്കി ഒന്ന് പറയാൻ അനുവദിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ഇതാക്കുന്നത്. അപ്പം മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആന്തരിക ഘടനയും അവന്റെ മനസ്സും അതിന്റെ ഉള്ളും എന്നാണ്, ഹൃദയം എന്നാണ്. ആ ബന്ധമാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഉള്ളുകൊണ്ട് ഞാൻ പറഞ്ഞു. ഖുർആൻ വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഖുർആൻ പറയുന്നത് നെഞ്ചും കൂടിന്റെ നെഞ്ചിന്റെ എല്ലിനകത്ത് ഒളിപ്പിച്ചു വെച്ച മാംസപിണ്ഡം, അതാണ് ഹൃദയം. ആണ്, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. അതാണ്. അതായത് ആന്തരികമായ നമ്മുടെ ചിന്ത എന്നൊന്നും പറയണ്ട, മനസ്സൊന്നും പറയണ്ട. അല്ല നെഞ്ചും കൂടുന്ന് പറയുന്നത് ആന്തരികമല്ലേ അത്? ആ നെഞ്ചും കൂടിനകത്തുള്ള മാംസപിണ്ഡം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് ഉദ്ദേശിച്ചത്. അതാണ് ആന്തരികം എന്ന് പറയുന്നത്. അത് ഹാർട്ടാണ്. പക്ഷെ നിങ്ങൾ ആ ഹാർട്ട് കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നും, മുഹമ്മദ് നബി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അള്ളാഹു തിന്മകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കഴുകി ശുദ്ധിയാക്കിയത് ആ ഹൃദയമാണ്. നെഞ്ചു പിളർന്ന് മാംസം പുറത്തെടുത്തു, കഴുകി വൃത്തിയാക്കി തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ചിന്തയുടെ കേന്ദ്രം മുഴുവൻ ഹൃദയമായിരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു? അതാണ് എന്റെ ചോദ്യം. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പറഞ്ഞോട്ടെ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആന്തരിക ഘടന എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചെന്ന് നിൽക്കുന്നത് ഹൃദയത്തിലുള്ള മനസ്സാണ്. അതാണ് ഉദ്ദേശിച്ചത്. അല്ല ഹൃദയത്തിൽ മനസ്സ് ഹൃദയത്തിലാണോ? അല്ല, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രെയിൻ എന്ന് പറയുന്നതും ഹൃദയം എന്ന് പറയുന്നതും, ബ്രെയിൻ എന്ന് പറയുന്നത് പ്രാഥമികപരമായിട്ട് പുറമേ ഉള്ളതും, ഹൃദയം എന്ന് പറഞ്ഞത് അകത്തുള്ളതാണ് തന്നെയാണ്. എന്തൊക്കെ വിശേഷം? ഞാൻ ഒരു കാര്യം, നിങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയാം, എന്നാ പിന്നെ നമുക്കത് അവസാനിപ്പിക്കാമല്ലോ. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം അല്ലാന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ പോലെ ബൈ ചാൻസ് ഇസ്ലാമായി ജനിച്ച് ജീവിച്ച ആളാണ്. മതം പഠിച്ച് മുന്നോട്ട് പോയി. അപ്പോ നിങ്ങൾ ഇതേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുകയും നോക്കുകയും ദൃഷ്ടാന്തങ്ങൾ നോക്കുകയൊക്കെ ചെയ്തപ്പോ
ഈ ദൈവത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞു തന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് അബദ്ധങ്ങളും പ്രശ്നങ്ങളും അതിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ കുറെ മൂല്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലായി. അതിൽ ആഗോള മാനവികത എന്നൊക്കെ പറയുമെങ്കിലും മാനവികതയല്ല അതിനകത്തുള്ളത്, കേവലമായ ഒരു ഗോത്രീയതയാണ് എന്ന് മനസ്സിലായി. അത്തരം ഗോത്രീയത നമ്മൾ ഇന്ന് കാലത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് മാനവികതയാണ് ആവശ്യം, ഗോത്രീയതയല്ല ആവശ്യം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള നമ്മുടെ ലോകത്ത് നമ്മൾ മനുഷ്യർ ഇന്ന് ഞാനും നിങ്ങളൊക്കെ പങ്കുവെക്കുന്ന പൊതുവായ പല മൂല്യങ്ങളും അത് ആ മതം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് പൊതുവിൽ കാണുന്ന ഒരുപാട് തിന്മകൾ, തെറ്റുകൾ ആ മതം അനുവദിച്ചു കൊടുക്കുന്നതായിട്ടും കണ്ടു. വിവേചനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിവേചനം, അടിമ, ഉടമ, സ്ത്രീ, പുരുഷൻ എന്ന് തുടങ്ങി മനുഷ്യ കുലത്തിൽ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന എല്ലാത്തരം വിവേചനങ്ങളെയും അതതുപോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ചില ഇപ്പൊ ഇവിടുത്തെ ജാതി വ്യവസ്ഥയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു ഗോത്രം എന്ന രീതിയിൽ പ്രാഥമികമായിട്ട് മനുഷ്യരെ വിശ്വാസി അവിശ്വാസി എന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കുകയും അവരുടെ ഭൗതികമായിട്ടുള്ള വ്യവഹാരങ്ങളും ഭൗതികമായിട്ടുള്ള ഇടപെടലുകളിൽ പോലും മതം ഒരു പരിഗണനാ വിഷയമാക്കി വെക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരോടുള്ള പെരുമാറ്റം നിർണ്ണയിക്കുകയും അവരുടെ ഈ നാട്ടിലുള്ള ഭൗതികമായ ജീവിതത്തില് രാഷ്ട്രീയ നിയമങ്ങളിൽ പോലും വിവേചനം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം, അത് ആ കാലഘട്ടത്തിലെ ഒരു ചരിത്രത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ദൈവികതയൊന്നും ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ ദൈവവിശ്വാസി ആയിരിക്കെ, അതായത് ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയൊക്കെ ഉണ്ട് എന്ന വിശ്വാസത്തിലിരിക്കെ ആ മതം ദൈവികമല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഉപേക്ഷിച്ച ആളാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ വിശദീകരിക്കാനും പറ്റും. ഒന്ന് നിങ്ങൾ അത് പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണത്. ഇപ്പൊ അള്ളാഹു പറയപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതനുസരിച്ച് ജീവിക്കാം, നിങ്ങളുടെ ഏത് രീതിയിലുള്ള ചിന്താഗതി ജീവിക്കാം. പക്ഷെ ഞാനൊരു പോയിന്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ലിയാക്കത്ത് വഴുതി മാറേണ്ട കാര്യമില്ല. ഞാൻ വന്ന പോയിന്റിൽ അതാണ് പറഞ്ഞത്, മനുഷ്യന്റെ മസ്തിഷ്കവും ഹൃദയവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും ആ ബന്ധത്തെ നിങ്ങള് പിന്നെ ഏത് രീതിയിലാണ് മനസ്സ്. ഹൃദയവും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധമൊന്നും ഖുറാനിലില്ല. ഖുറാനിൽ ആകെ പറയുന്നത് ഈ മാംസപിണ്ഡത്തെ കുറിച്ചാണ്. അത് അത് എല്ലിൻ കൂടിൽ സംരക്ഷിച്ചു നിർത്തിയതാണ്. അതാണ് ചിന്തയുടെ കേന്ദ്രം എന്നതിലേക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇഷ്ടം പോലെ തെളിവുണ്ട്. ആയിക്കോട്ടെ ഹൃദയത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന മസ്തിഷ്കം എന്ന് പറയുന്നത് തികച്ചും പുതിയ നൂതനമായിട്ടുള്ള ഒരു അറിവാണ്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ലിയാക്കത്ത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? ഹൃദയം കൊണ്ടാണോ? അല്ല, പിന്നെ തലച്ചോറുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചത് തലച്ചോറുകൊണ്ടാണല്ലോ. ആണ്, പക്ഷെ അള്ളാഹുവിന് അറിയില്ലായിരുന്നു തലച്ചോറുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അത് അള്ളാഹുവിന് അറിയില്ല, അത് അവിടെ നിന്നോട്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് തലച്ചോറിനകത്തൊരു പ്രവർത്തനം ഉണ്ടല്ലോ. ആയിക്കോട്ടെ. ആ പ്രവർത്തനം ഞാനിപ്പം ലിയാക്കത്തിനോട് സംസാരിക്കുന്നത് നമ്മൾ ഈ തലച്ചോറുണ്ട്. ആ പ്രവർത്തനം ദൃശ്യമാണോ അദൃശ്യമാണോ? എങ്ങനെ? അദൃശ്യമാണ്. അദൃശ്യമാണോ? അപ്പൊ ആണല്ലോ. എനിക്ക് ഒന്ന് രണ്ട് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചു ഇപ്പൊ രാവിലെ. ഞാൻ ഒരു അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ ലിയാക്കത്തെ ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഒന്ന് പറയുന്നത് ഒന്ന് കേക്ക്. നിങ്ങളുടെ എല്ലാം ഞാൻ കേട്ടില്ലേ? നിങ്ങളുടെ അറിവ് അനുസരിച്ച് തലച്ചോറുണ്ടല്ലേ ചിന്തിക്കുന്നത്? അല്ല, നിങ്ങൾ അതാണ് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോവാതെ ഞാനൊന്ന് പറയുന്നത് കേൾക്കാനുള്ള പറയുവേ. അതിനെ ഡൈവേർട്ട് ചെയ്ത് പോവാതെ. ഞാനല്ല ഡൈവേർട്ട് ചെയ്ത് പോയത്, നിങ്ങളാണ് ഡൈവേർട്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു വന്നതിന് നിങ്ങളാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. എന്തൊരു കഷ്ടം. അല്ല, ഞാൻ സിദ്ധാന്തിച്ചെടുക്ക്. ഹൃദയവും അള്ളാഹു ഹൃദയം എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കണം. അതിനിപ്പോ നിങ്ങൾ ആവശ്യം ചെയ്തോട് അതൊന്ന് കണക്ട് ചെയ്തോളൂ, കോറിലേറ്റ് ചെയ്തോളൂ. ലിയാക്കത്തെ കണക്ട് ചെയ്യാൻ ന്യായീകരിക്കണം. അള്ളാഹുവിനെ പറ്റിയ അബദ്ധം നിങ്ങൾ തിരുത്തുന്നു, നിങ്ങളുടെ അറിവ് വെച്ചത് തിരുത്തു, ഞാൻ കേട്ടിരിക്കാം. അല്ല, അള്ളാഹുവിന് പറ്റിയ അബദ്ധം അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തർക്കിക്കാൻ വരുന്നില്ല. അപ്പൊ ഞാൻ ലിയാക്കത്തെ നമ്മൾ തമ്മിലൊരു കോൺവെർസേഷനിൽ വന്നു. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട് ഖുർആൻ വചനം വെച്ചിട്ട് അത് തെളിയിക്കൂ, കണക്ട് ചെയ്യൂ. അപ്പൊ നിക്ക് ഞാൻ എന്നെ കുറിച്ച് ഞാൻ എന്നോടൊന്ന് ചിന്തിക്കുന്ന കാര്യം ഞാൻ ലിയാക്കത്തിനോട് പറയുന്നതിൽ വിരോധമുണ്ട്. അതിന് അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളോട് അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞ ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണ്. നിങ്ങൾ ആയിക്കോട്ടെ, ഹൃദയം കൊണ്ട് തന്നെ ചിന്തിച്ചത്. ആയിക്കോട്ടെ,
ഹൃദയം കൊണ്ട് തന്നെ ചിന്തിച്ചത്. ആയിക്കോട്ടെ, ഇല്ല, നിങ്ങൾ തലച്ചോറുകൊണ്ടാ ചിന്തിക്കുന്നത് ഇപ്പോഴും. ആയിക്കോട്ടെ. രണ്ട് ഹൃദയവും തലച്ചോറുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ രണ്ടു കൊണ്ടും ഞാൻ ചിന്തിച്ചു. ഓക്കെ, അപ്പൊ ഇരുന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ശക്തമായിട്ടുള്ള കൊലൂഷൻ, കൂട്ടിമുട്ടൽ നടന്ന് നല്ല രീതിയിൽ അതിനെ ദഹിപ്പിച്ചെടുത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രോട്ടീനും വിറ്റാമിനും എല്ലാ മിനറൽസും എല്ലാ സംഭവങ്ങളെല്ലാം നടന്ന് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുകയാണ്. അതിന്റെ വേസ്റ്റ് പുറന്തള്ളപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഈ പ്രവർത്തനം ഇതിന്റെ അകത്ത് നടക്കുകയാണ്. ഇത് ദൃശ്യമാണോ അദൃശ്യമാണോ? ദൃശ്യമായതും അദൃശ്യമായതും ഉണ്ട്. അല്ല, ഇതിൽ ദൃശ്യതയുള്ള ഏതാണ്? നമുക്കിപ്പോ നമ്മൾ പുറത്ത് നോക്കുമ്പോ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഇപ്പം വായ കൊണ്ട് ചവച്ചരക്കുന്നത് മുതൽ തുടങ്ങൂല ദഹനം. അല്ല, അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ചവച്ചരക്കുന്നൊക്കെ നമുക്ക് കാണാം, കണ്ണാടി നോക്കിയാൽ മതി. അല്ല, ചവച്ചരക്കുന്നല്ലോ, അത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണതയല്ലേ, അത് ദഹിപ്പിച്ചെടുത്ത് ശരീരത്തിന് ദൃശ്യമായതും അദൃശ്യമായതും ഉണ്ട്. അപ്പൊ അദൃശ്യമായിട്ടുള്ള സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതിന് അദൃശ്യം എന്ന് പറയുന്നത്. ആ അദൃശ്യമാണ് ദൈവം. അതാണ് ആ അദൃശ്യമാണ് ദൈവം. നിങ്ങള് ഒരു നമ്മുടെ മനുഷ്യന്റെ ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നിട്ട് നമ്മൾ തർക്കല്ല, എനിക്ക് മനസ്സിലായി. അദൃശ്യമായതാണ് ദൈവം. ബാക്കി പറയും. ഓക്കെ, അതാണ് പറയുന്നേക്ക്. അപ്പം അദൃശ്യമായതെന്തോ അതാണ് ദൈവം. പ്രപഞ്ചത്തിൽ അദൃശ്യമായിട്ടുള്ള എന്തോ അതാണ് ദൈവം. നിക്ക് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയം മിനിറ്റിൽ എത്ര 72 പ്രാവശ്യം അത് സ്പന്ദനം ചെയ്യുന്നുണ്ട്. ആ സ്പന്ദനം നമ്മൾ ചെയ്യുന്നതാണോ, അത് തന്നെ ചെയ്യുന്നതാണോ? അതും ദൃശ്യമാണോ അദൃശ്യമാണോ? എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ. ആ പ്രവർത്തനം ദൃശ്യമാണോ അദൃശ്യമാണോ? പറയേ. ദൃശ്യം നമുക്കിപ്പോ ഹൃദയം ഇടിക്കുന്നത് കാണുന്ന ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ കാണിക്കാനുള്ള സംവിധാനം ഇപ്പൊ ഉണ്ട്. അല്ല, അത് കാണാൻ പറ്റും. പക്ഷെ ആ പ്രവർത്തനം ആരാണ് ചെയ്യുന്നത്? എവിടെ നിന്നാണ് വരുന്നത് ആ പ്രവർത്തനം? അത് സ്പന്ദിക്കുന്നു. അത് എങ്ങനെ സ്പന്ദിക്കുന്നു? അതിനെ കാണാൻ കഴിയും. സ്പന്ദനം. അതാണ് തീർച്ചയായും കാരണമാണ് ദൈവം അല്ലെ. ആ സ്പന്ദിക്കുന്നതാണ് ദൈവം. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കാര്യങ്ങളും. ആയിക്കോട്ടെ, ആ ദൈവവും ഈ ഖുർആനും തമ്മിലുള്ള ബന്ധം തന്നെയെന്ന് പറഞ്ഞു. നിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹ് ഖുർആന്റെ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നത്, ഞാൻ എന്റെ പ്രാഥമിക ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഇതെല്ലാം വാദം. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്, പഠിച്ച് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്ര കാര്യത്തിൽ നിങ്ങൾ ചോദിക്കാണ്. നിങ്ങൾ വെറുതെ കഷ്ടപ്പെടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ നിങ്ങളെ എളുപ്പത്തിൽ സഹായിക്കാം. അതായത് ഈ പ്രപഞ്ചത്തിന് അദൃശ്യമായി, ഞാൻ പറയട്ടെ, എന്താ പറയുക, സമയം ഒരു പ്രശ്നമാണല്ലോ, കേൾക്കുന്നവരുടെ സമയം ഒരു പ്രശ്നമാണല്ലോ. അതായത് അദൃശ്യമായ ഒരു ശക്തി, ഈ പ്രപഞ്ചത്തിൽ അദൃശ്യമായ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, പലതിന്റെയും നിദാനമായ ഒരു ശക്തി, ആ ശക്തിയുടെ പേരാണ് ദൈവം. ഇതല്ല നിങ്ങളെ വാദം? തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടി റീകോൾ ചെയ്തോളൂ. അതായത് ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു ശക്തി ഉണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും വിശ്വസിച്ച കാലത്ത്, ആ വിശ്വാസത്തിലിരിക്കെ ഈ മതം ആ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദൈവവിശ്വാസിയായിരിക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. അതായിക്കോട്ടെ, അപ്പൊ പിന്നെ ആ ദൈവത്തെ നിങ്ങൾ സ്ഥാപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നർത്ഥം. അല്ല, ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ദൈവത്തെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കുകയാണ്. അതിനെന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ചെയ്തോളൂ. എങ്ങനെ? അപ്പൊ എന്നോട് സംസാരിക്കുമ്പോ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ശക്തിയുണ്ട്, ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം ഞാൻ ആ വിശ്വാസത്തിലിരിക്കെ ആ ദൈവിക ശക്തിയുമായി ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ബന്ധമില്ല എന്ന് ബോധ്യപ്പെട്ട് മതം ഉപേക്ഷിച്ച ആളാണെന്ന്. അതായത് ദൈവവിശ്വാസി ആയിരിക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ശക്തി ഉണ്ടെന്ന് സ്ഥാപിച്ചത് കൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് വരത്തില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ച ശക്തി, ഈ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവം ഇസ്ലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ പ്രപഞ്ച സൃഷ്ടാവിന്റേതാണ് ഈ മതം എന്ന് തെളിയിക്കണം. അതിന് കഴിയുമോ? അത് നിങ്ങൾ കഴിഞ്ഞാലേ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുള്ളൂ അല്ലേ? അല്ല, അത് ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസി ആയിരിക്കും മതം ഉപേക്ഷിച്ച ആളാണ്. അപ്പൊ അത് ശരി. അപ്പൊ ഇസ്ലാം മതം വിശ്വാസപ്രകാരം ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവവും സൃഷ്ടിച്ച ലോകവും മറ്റേ സകല സൃഷ്ടികളും ദൈവത്തിന്റേതല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുകയും അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവവിശ്വാസം, ആ ശക്തിയെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു ദൈവവിശ്വാസം, ആ ദൈവവിശ്വാസി ആയിരുന്ന കാലത്ത്, ഇപ്പൊ ഞാൻ അതാണെന്നല്ല പറയുന്നത്, ആ ദൈവവിശ്വാസം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ
ആ പ്രപഞ്ച സൃഷ്ടാവും ശക്തിയുമായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ മതത്തിലില്ല എന്ന് ബോധ്യപ്പെട്ട് ഈ മതം ദൈവികമല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ സ്ഥാപിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിന് പിന്നെ ശക്തി ഉണ്ട് എന്ന വിശ്വാസത്തിനടുത്ത് നിൽക്കുന്നിടത്ത് പോലും ഈ മതം എങ്ങനെയാണ് ദൈവവുമായി ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മതി. അല്ല ഞാൻ അതെ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇസ്ലാം മത പ്രകാരമുള്ള ഇസ്ലാം മത കർമ്മശാസ്ത്രങ്ങളും ഖുർആൻ അടക്കമുള്ള ഹദീസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് എന്നല്ല, നമ്മൾ ഇതിനെ സാമാന്യമായിട്ട് പഠിക്കല്ലേ ചെയ്യാം. അല്ലാതെ ഇപ്പോ എല്ലാം പഠിക്കാൻ പറ്റുമോ? ഡെയിലി കിതാബ് പഠിക്കൊണ്ടിരിക്കല്ലേ ആൾക്കാർ? ഇല്ലല്ല ലിയാഖത്ത് അങ്ങനല്ല. എന്റെ ഒരു കണക്കനുസരിച്ച് ലിയാഖത്ത് സകല രീതിയിലുള്ള കാര്യങ്ങളും ലിയാഖത്തിന് അറിയാം. സകല അത് നിങ്ങൾക്ക് പറയാം, പക്ഷെ ഞാനത് പറഞ്ഞാൽ അത് അഹങ്കാരാവൂലേ? ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. അല്ല ലിയാഖത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മള് ലിയാഖത്തിനെ ഞാൻ കാണുന്നത് ലിയാഖത്തിന്റെ പഠനത്തെ കുറിച്ചാണ് ഞാൻ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ലിയാഖത്തിന്റെ പഠനത്തെ കുറിച്ചുള്ള യൂട്യൂബിലൂടെ സങ്കല്പിച്ചെടുക്കുന്നതാണ്. എന്റെ പഠനത്തെ കുറിച്ച് നിങ്ങളുടെ തോന്നലുകളാണ്, അല്ലാതെ ഞാൻ എന്ത് പഠിച്ചു എത്ര പഠിച്ചു നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾ അനുമാനിക്കുന്നതല്ലേ? അതായത് തീർച്ചയായിട്ടും അത് ആ അനുമാനം അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഠനം ഇല്ലാതെ പറയാൻ കഴിയുമോ ലിയാഖത്തെ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ അംഗീകരിക്കുന്നത് എല്ലാ കാര്യത്തിനും നിരസിക്കാതെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയണത് എന്താ, നിങ്ങൾ എല്ലാം പഠിച്ചു, ഞാൻ എല്ലാം പഠിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരോപിക്കുകയാണ്. അങ്ങനെ എല്ലാം പഠിച്ച ആളല്ല. ആരോപണമല്ല, അതൊരു ആരോപണമായിട്ട് എനിക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഒരു വിഷയം ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. ഒരു ഡൈവേർഷൻ ആണ്, എന്നാലും തിരിച്ചു വരാം നമുക്ക്. അപ്പൊ നിങ്ങൾ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ദൈവം അള്ളാഹു ദൈവം അല്ല എന്ന് നിങ്ങൾ കണ്ടെത്തി, അതുകൊണ്ട് വിശ്വാസി അല്ലാതെ ആയി. അതാണ് സത്യം നിങ്ങളെ. അതുപോലെ നിങ്ങൾ ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെ കുറിച്ചൊന്നും പഠിക്കാത്തത്? സാമാന്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് തോന്നി അതിന്റെ ആവശ്യമില്ല. അല്ല അതിന്റെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താണ്? ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ദൈവവിശ്വാസ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്തത്. പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം ഈ മതങ്ങളൊക്കെ സാമാന്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ ഹൈന്ദവ മതപ്രകാരം വിശ്വാസം പഠിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ദൈവവിശ്വാസം കൂടി പോയി കിട്ടി. ക്രൈസ്തവ മതത്തെ കുറിച്ചപ്പം എല്ലാ മതത്തിനെ കുറിച്ച് കൂടുതൽ എല്ലാ മതത്തിനെ കുറിച്ചും പൊതുവിൽ എന്താണ് ദൈവവിശ്വാസങ്ങൾ, എന്താണ് മതങ്ങൾ, എന്താണ് ദൈവത്തെ കുറിച്ചുള്ള ഓരോ മതങ്ങളുടെ സങ്കല്പങ്ങൾ, ഈ മതങ്ങളൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത്, എന്താണ് ഇതിന്റെ ആചാരങ്ങളുടെ, ഇങ്ങനെയൊക്കെ നമ്മൾ സാമാന്യമായി പഠിച്ചു വന്നപ്പോൾ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു പ്രപഞ്ച ശക്തി എന്നൊരു ദൈവസങ്കല്പം, ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വിശ്വാസം കൂടിയാണ് പോയി കിട്ടി. ശരി. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടില് ദൈവിക ശക്തി എന്നൊന്നും സംഭവം ഇല്ല. അപ്പം പ്രപഞ്ചത്തിൽ ഈ മതങ്ങൾ പറയുന്നത് പോലത്തെ കോൺഷ്യസ് ആയിട്ട് ഈ കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ പാവക്കൂത്തിലെ കലാകാരന്റെ ആ പാവകളെ നിയന്ത്രിക്കുന്ന ചരട് പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഇല്ല എന്നാണ് എന്റെ ബോധ്യം. അപ്പൊ വരുന്നോടുകൂടി ഈ മതങ്ങളൊക്കെ എന്തായി? കെട്ടുകഥകളായി. ഓക്കെ, ആയിക്കോട്ടെ. അത് നിങ്ങളുടെ പഠനത്തില്ല. അപ്പൊ ബാക്കി നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തെയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ്? അറിയില്ല, എനിക്കറിയില്ല. ഇതൊന്നും അല്ലാത്ത വേറെ ദൈവം ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല, പഠനം. അപ്പൊ നിങ്ങളുടെ ഇത് കാഴ്ചപ്പാടിൽ ഇങ്ങനെയാണ് സംഭവം. അതിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വിശ്വസിക്കാം. പിന്നെ ഞാനും ലിയാഖത്ത് സംസാരിച്ചത് പേഴ്സണലായിട്ട് സംസാരിച്ച വിഷയമാണ്. അതിന് ഇപ്പൊ യൂട്യൂബിൽ എടുത്തിട്ട് ഇടുവോ? നിങ്ങൾ ഇടേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ഇടും. എന്റെ ആവശ്യമുണ്ടോ? പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പേരൊന്നും. ഇതൊരു ആശയപരമായ കാര്യമല്ലേ, അല്ലാതെ എനിക്കിങ്ങനെ ഓരോ ആളുകളോട് എന്റെ വിശ്വാസമില്ലായ്മയും ഇതെന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് ഒരുപാട് ആളുകളുടെ ചിന്തകളിൽ ഈ ഇത്തരം ആശയങ്ങളുള്ളവര്, നിങ്ങളുടെ ആശയമുള്ളവര്, എന്റെ ആശയമുള്ളവര്, ഇത് രണ്ടിനിടയിൽ നിൽക്കുന്നവര്, ഇത്തരം ആളുകൾ, ഞാൻ എന്റെ നമ്പർ കൊടുത്തിരിക്കുന്നതും നിങ്ങൾ എന്റെ കോൾ റെക്കോർഡുകളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അതായത് ഇത് ആളുകൾ ഇത് നമ്മളുടെ ഒരു സംസാരം പഠന വിധേയമാക്കട്ടെ എന്നുള്ളതുള്ളൂ. അല്ലാതെ ഇപ്പോ നിങ്ങള് വ്യക്തിപരമായിട്ട് ഇതിനകത്ത് നമ്മൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുക പറയുകയൊന്നും ചെയ്തിട്ടല്ലോ നമ്മൾ സംഭാഷണത്തിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം എന്റെ വ്യക്തിപരമായ കാര്യം ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുമില്ല. കേവലം ആശയപരമായ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ചർച്ചകൾ മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിലുള്ള ഒരു നിങ്ങൾ ഇത് അതിന്റെ തലക്കെട്ട് കൊടുത്താൽ മതി, വേറെ രീതിയിൽ നിങ്ങൾ തലക്കെട്ട് കൊടുക്കരുത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയുള്ളൂ. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ അല്ല, അത് മാത്രമല്ല നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങളെ പിന്നെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയല്ല നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായി. ഇതൊരു സൗഹൃദ സംഭാഷണമാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ചിന്തയിലിരിക്കുന്ന ആളുകളുണ്ടാവും, എന്റെ ചിന്തയിലുള്ള ആളുകളുണ്ടാവും.
ഇവർ രണ്ടു കൂട്ടരും കേൾക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തകളിൽ വ്യത്യാസം വരാം. അവർക്ക് കൂടുതൽ ചിന്തകളിലേക്ക് അത് ഉപകരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ഇനിയും വിളിക്കാം, ഞാൻ ടൈം കിട്ടുമ്പോൾ വിളിക്കാം. ഓക്കെ. താങ്ക് യു.